Welcome to Mr. Unbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇതുവരെ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് ഫ്യൂച്ചറിൽ ലോഞ്ച് ചെയ്യാം, ഒരുപക്ഷെ അണ്ടർ 12,000 എന്നുള്ള രീതിയിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടാവുക. റെഡ്മി 13 ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റ് വേർഷനാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ആ ഒരു പ്രൈസിനൊക്കെ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 33 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. പിന്നീട് ടൈപ്പ് A ടു ടൈപ്പ് C ചാർജിങ് കേബിളും. ഈ ഒരു 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്: ഗോൾഡ്, ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്ലാസ് ബാക്ക് പാനലാണ് വരുന്നത്. ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷിൻ്റെ ആ ഒരു മൊഡ്യൂളും കുറച്ച് വലുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബോക്സി ഡിസൈൻ ആണ്. 8.3 mm ബോഡി തിക്നെസ്സും 205 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 3.5 mm ഒരു ഇയർഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. താഴ്വശത്തായിട്ട് നമുക്കൊരു ഇൻറ്റേർണൽ മൈക്ക്, ടൈപ്പ് C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ IP53 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.79 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏതാണ് അത് പ്രൊട്ടക്ഷൻ എന്നുള്ളത് പ്രത്യേകം മെൻഷനോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. 396 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാൻ സാധിക്കും. 550 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ നമുക്കൊരു ആവറേജ് വ്യൂയിങ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ യൂട്യൂബിലൊക്കെ നമുക്ക് അപ് ടു 4K വരെ വീഡിയോസ് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ആ ഒരു എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G91 അൾട്ര എന്ന് പറയുന്ന 4G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 12 nm ടെക്നോളജിയാണ്. ഒക്ടാ കോറിൽ 2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G52 MC2 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ പെർഫോമൻസ് ആയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു സമയം വരെ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആകുന്നത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. ഇപ്പോൾ നിലവിൽ ഖത്തറിൽ 6GB റാമിൽ 128ഉം 8GB റാമിൽ 256GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. അതുപോലെ തന്നെ 8+256GBക്ക് നമുക്ക് അപ് ടു 8GB വരെ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ് ടു 1TB വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. IP53 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് ഇതിൽ വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടല്ല. IR ബ്ലാസ്റ്റർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇവരുടെ പുതിയ OS ആയിട്ടുള്ള HyperOS ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ HyperOSഉം MIUIയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. ഒരു പൊടിക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ MIയുടെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഹാർഡ്വെയർസും ബ്ലോട്ട്വെയർസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5030 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. ഈ ഒരു 5-8 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ നമുക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഭയങ്കര രീതിയിൽ ഗെയിമിംഗ് ആസ്വദിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ആസ്പെൽട്ട് 9 പോലുള്ള അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗെയിമൊക്കെ വലിയ രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നിരാശപ്പെടുത്താത്തൊരു പെർഫോമൻസ് ഉണ്ട്. അതല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് ഗെയിമിങ്ങിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ
തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല എന്ന് കൂടി പറയേണ്ടി വരും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൗഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് ഫിംഗർ ലോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറും. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡയലറ്റ് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോയിൽ ലഭിച്ചിട്ടുണ്ട്. ചില സെനാരിയോയിൽ നമുക്ക് നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലും ചില സെനാരിയോസിൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫി ജസ്റ്റ് ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് ഉണ്ട്, ജസ്റ്റ് നമുക്കൊരു ഓക്കെ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എനിവേ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എനിക്ക് സെൽഫി ക്യാമറയിൽ തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് മിക്ക സമയത്തും ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ HDR പെർഫോമൻസിൽ ചെറുതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നതായിട്ട് ചില ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ലെങ്കിൽ കൂടിയും നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് ക്യാമറ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 6+128 513 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 12,000 രൂപയും 8+256 GB ആണെങ്കിൽ 519 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 13,500 രൂപയിൽ താഴെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഖത്തറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻടെക് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ വരുന്നത്. അവരുടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള എംബ്ലം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. കാരണം ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റു GCC രാജ്യങ്ങളൊക്കെ ഒട്ടനവധി അൺഓത്തറൈസ്ഡ് റെഡ്മിയുടേതും അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡിൻ്റെ ഒക്കെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു എംബ്ലം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നീഡ്സ് ആൻഡ് വാണ്ട്സിലുള്ള കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനി എന്താണോ നിങ്ങളുടെ അഭിപ്രായം ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ട് അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. സോ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.